ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേൻ മിഠായിയാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഈ പച്ചരിയുടെ കൂടെ തന്നെ ഈ 1/4 കപ്പ് ഉഴുന്നും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് 2 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞ് ഇത് നല്ലതുപോലെ കുതിർന്ന ശേഷം ഇത് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഇത് അരച്ചെടുക്കേണ്ടത്. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ ഒരു തിക്നെസ്സിൽ വേണം ഇത് അരച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 തുള്ളി റെഡ് കളർ പെർമിറ്റഡ് ഫുഡ് കളറും ചേർത്ത് ഇത് നന്നായി യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ഇത് 10 മിനിറ്റ് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കിക്കൊണ്ടിരിക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഓരോ സ്പൂൺ മാവ് ഇതിലേക്ക് കോരി ഒഴിച്ച് ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് റെഡി ആകുമ്പോഴേക്ക് നമുക്കിതൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ബാക്കിയിരിക്കുന്ന മാവും നമുക്ക് ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചെറുതായിട്ട് ചൂടായിക്കൊണ്ടിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്നാക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഷുഗർ സിറപ്പ് ഇതിലേക്ക് കോട്ടാകുമ്പോഴാണ് ഇത് തേൻ മിഠായിയായി മാറുന്നത്. ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി യോജിപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം. അതിനുശേഷം നമുക്കിത് ഷുഗറിൽ കോട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഷുഗർ സിറപ്പിൽ നിന്ന് മാറ്റാം. ഒരു ബൗളിൽ കുറച്ച് പഞ്ചസാര തട്ടിയെടുക്കണം. എന്നിട്ട് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേൻ മിഠായി ഈ പഞ്ചസാരയിൽ കോട്ട് ചെയ്തെടുക്കാം. തേൻ മിഠായി ഇവിടെ തയ്യാറായി. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.